സോ ഹേ ഗൈസ് 2025 നിങ്ങൾക്കൊരു പുതിയൊരു ഫോൺ മേടിക്കണം. അതേ സമയത്ത് സാംസങ് തന്നെ വേണം, റിയൽമി വേണ്ട, വിവോ വേണ്ട, പൊക്കോ വേണ്ട, മോട്ടറോള ഒന്നും വേണ്ട, സാംസങ് തന്നെ ഫോൺ വേണം. അപ്പോൾ 2025 ഏതൊക്കെ ഫോൺ കൺസിഡർ ചെയ്യാൻ പറ്റും എന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോണത് സാംസങ് ഗാലക്സി F06. ഇപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000 ആണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതിലൊരു ഡ്രോബാക്ക് ഉണ്ടെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ പ്രൈസ് നോക്കാന്ന് വെച്ചാൽ 9,500 ആണ്. 4GB റാം വേരിയൻറ്റിന്. സ്റ്റോറേജൊക്കെ നോക്കാന്ന് വെച്ചാൽ 128GB ആണ്. പിന്നെ ഒരു റാം വേരിയൻറ്റും കൂടി ഉണ്ട്, 6GB റാം വേരിയൻറ്റ്. ഇപ്പോൾ നിങ്ങളൊരു ഷോർട്ട് ടൈമിന് ഈ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലൈക്ക് 1 ഇയർ ഓർ 2 ഇയറിന് മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ചാൽ 4GB ഇനഫാണ്. പക്ഷേ നിങ്ങളൊരു 3 to 4 ഇയേഴ്സ് ഉപയോഗിക്കാൻ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ 6GB റാം വേരിയൻ്റെ കൂടെ പോവുക. ബിക്കോസ് 4GB റാം ഒരു 3 to 4 ഇയേഴ്സിൽ നന്നായിട്ട് ലാഗ് അടിക്കാൻ തുടങ്ങും ഫോണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 6GB റാം വേരിയൻ്റെ കൂടെ പോവുക. 6GB റാം വേരിയൻ്റെ പ്രൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ 11,000 സംതിങ് ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാലും നിങ്ങൾ ലോങ് ടേമിന് മേടിക്കാൻ ഉദ്ദേശിക്കുകയെന്ന് വെച്ചാൽ 6GB റാം വേരിയൻ്റെ കൂടെ പോവുക. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 6300 പ്രൊസസ്സറാണ് കിട്ടുന്നത്. ഫോർ ദ പ്രൈസ് ഇറ്റ്സ് എ വെരി ഡീസൻറ്റ് പ്രൊസസ്സർ. പിന്നെ ക്യാമറ നോക്കുകയെന്ന് വെച്ചാൽ 50 MP റിയർ ക്യാമറ ഉണ്ട്. പിന്നെ 2 MP ഡെപ്ത് സെൻസർ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 MP ക്യാമറ ഉണ്ട്. പിന്നെ 6.7 ഇഞ്ചിൻ്റെ PLS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാറ്ററി നോക്കുകയെന്ന് വെച്ചാൽ 5000 mAh ബാറ്ററിയാണ്. പിന്നെ നമുക്കിവിടെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. പക്ഷേ ചാർജ് നമുക്ക് ബോക്സിൽ കിട്ടില്ല. പിന്നെ നമുക്കിവിടെ 4 ഇയേഴ്സ് ഓഫ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് കിട്ടാൻ പോണത്. ഇപ്പോൾ നിങ്ങൾ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ പൊക്കോൻ്റെ, മോട്ടറോളുടെ, റിയൽമിയുടെ ഒക്കെ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയെന്ന് വെച്ചാൽ അതിൽ മിനിമം 1 ഇയറിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവും കിട്ടുക. മാക്സിമം നോക്കുകയെന്ന് വെച്ചാൽ ഒരു 2 ഇയേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവും കിട്ടുക. പക്ഷേ ഇതിൽ നമുക്ക് 4 ഇയേഴ്സ് ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് ലോങ് ടേം നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 6GB റാം വേരിയൻ്റെ കൂടെ പോവുക. ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് അണ്ടർ പ്രൈസ് റേഞ്ച് ഓഫ് 20,000. അപ്പോൾ ഈ ഫോണിൽ നമുക്ക് ഗെയിമിംഗ് ഒന്നും അന്നിങ്ങനെ കളിക്കാൻ പറ്റില്ല. ഡേ ടു ഡേ യൂസേജ് ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, റെഡിറ്റ് അങ്ങനത്തെ വലിയ യൂസേജ് ആണെങ്കിൽ ഈ ഫോൺ പെർഫെക്റ്റ് ആണ്. പക്ഷേ ഗെയിമിങ്ങിനൊന്നും പറ്റിയൊരു ഫോണല്ല അത്. അപ്പോൾ ആ ഫോണിൻ്റെ പേരാണ് സാംസങ് ഗാലക്സി M35. സാംസങ് ഗാലക്സി M35 നല്ലൊരു ഫോണാണ് അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 20,000 സാംസങ്ങിൻ്റെ. ഇപ്പോൾ ഇതിലത്തെ പ്രൊസസ്സർ നോക്കുകയെന്ന് വെച്ചാൽ Exynos 1380 പ്രൊസസ്സറാണ് കിട്ടുന്നത്. 6GB റാം, 8GB റാം വേരിയൻറ്റിലും വരുന്നുണ്ട്. ഇതിൻ്റെ 6GB റാം വേരിയൻറ്റ് മേടിച്ചാൽ മതി. പിന്നെ 50 MP ബാക്ക് ക്യാമറ കിട്ടുന്നുണ്ട് വിത്ത് OIS. ക്യാമറ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല ഡീസൻ്റായ ക്യാമറ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. പിന്നെ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD ആംബ്ലെറ്റ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പിന്നെ നമുക്കിവിടെ 8 MP അൾട്രാ വൈഡ് ക്യാമറ കിട്ടുന്നുണ്ട്. 2 MP മാക്രോ സെൻസർ കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് 13 MP സെൻസറാണ് കിട്ടുന്നത്. അപ്പോൾ ക്യാമറ ക്വാളിറ്റി അത്യാവശ്യം ഡീസൻ്റാണ് ഈ പ്രൈസ് റേഞ്ചിൽ സാംസങ് ഗാലക്സി M35ൻ്റെ. പിന്നെ ഡേ ടു ഡേ യൂസേജിന് അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ബാറ്ററി ബാക്കപ്പ് നല്ലതാണ്. ഇതിൻ്റെ കൂടിയും ചാർജർ കിട്ടില്ല. പക്ഷേ 25 വാട്ടിൻ്റെ ചാർജർ സപ്പോർട്ട് ചെയ്യണതാണ് ഇതിൽ. അപ്പോൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ളൊരു യൂസേജ് ആണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് 100% കൺസിഡർ ചെയ്യാം. പിന്നെ അടുത്ത ഫോണാണ് സാംസങ് ഗാലക്സി M55 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത്യാവശ്യം ഡീസൻ്റായ ഫോൺ തന്നെയാണ് ഇതിൽ. പക്ഷേ പഴയ ഒരു പ്രൊസസ്സറാണ് ഇതിലിട്ടിരിക്കുന്നത്, വിച്ച് ഇസ് സ്നാപ്ഡ്രാഗൺ 7 Gen 1. 7 Gen 1ൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഹീറ്റാവും. അതേമാതിരി നന്നായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഫോൺ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. ക്യാമറ അത്യാവശ്യം ഡീസൻ്റാണ്. അത്ര നല്ല ക്യാമറ ആണെന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഫോൺ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുക, സാംസങ് ഗാലക്സി M55. അടുത്ത ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോണത് അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 30,000. ഇതിന് പ്രൈസ് ഇപ്പോൾ കുറച്ചധികമാണ്. ലൈക്ക് സെയിൽസിലൊക്കെ നമുക്ക് വരുമ്പോൾ 30,000 ഉള്ളിൽ ഈ ഫോൺ കിട്ടും. പക്ഷേ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ക്യാമറയാണ്. വെറും ക്യാമറയാണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ ഫോണിൽ നന്നായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അതേമാതിരി ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ട്. ഡിസ്പ്ലേ അത്യാവശ്യം ഡീസൻ്റാണ്. പെർഫോമൻസും അത്യാവശ്യം ഡീസൻ്റാണ്. പക്ഷേ ബാറ്ററി ഡ്രെയിനിങ് ഉണ്ട്, ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. ഈ ഫോണിൻ്റെ പേരാണ് സാംസങ് ഗാലക്സി S23 FE. സാംസങ് ഗാലക്സി S23 FEയിൽ നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് ക്യാമറ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഇതിൻ്റെ പ്രൊസസ്സർ Exynos 2200 ഭയങ്കര പവർ ഹംഗ്രി ആയ ഒരു പ്രൊസസ്സറാണ്. അതേസമയത്ത് നന്നായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും. ബാറ്ററി ഡ്രെയിനിങ് നന്നായിട്ടുണ്ട്. മെയിൻ പ്രയോറിറ്റി നിങ്ങളുടെ ക്യാമറ ആണെങ്കിൽ അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 30,000
ഞാൻ നിങ്ങൾക്ക് സാംസങ് ഗാലക്സി S23 FE റെക്കമെൻഡ് ചെയ്യാം. നമുക്ക് ഇവിടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ലൈക്ക് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ്, വയർലെസ് ചാർജിങ്, അങ്ങനത്തെ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ നോക്കാന്ന് വെച്ചാൽ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. ടെലിഫോട്ടോ ലെൻസിൽ നമുക്ക് DSLR ലെവൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതേ സമയത്ത് നമുക്ക് 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ ഇട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കാന്ന് വെച്ചാൽ 10 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഇട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ക്യാമറയിലും നമുക്ക് നല്ല ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ ക്യാമറ തന്നെ നിങ്ങളുടെ പ്രയോറിറ്റി ആണെങ്കിൽ സാംസങ് ഗാലക്സി S23 FEയുടെ കൂടെ പോവാം. ഇനിയിപ്പോൾ അടുത്ത ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 40,000 വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫോൺസ് വിച്ച് ഈസ് സാംസങ് ഗാലക്സി S23. സാംസങ് ഗാലക്സി S23 ഞാനൊരു ലോങ് ടേം യൂസറാണ്. ഇതുവരെ എനിക്ക് ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ക്യാമറ ക്വാളിറ്റി ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, എത്ര തവണ വെള്ളത്തിൽ വീണിട്ടുണ്ട് എന്നിട്ടൊന്നും പറ്റിയിട്ടില്ല ഇതിന്. അതേമാതിരി ഡിസ്പ്ലേ ക്വാളിറ്റി, അതേമാതിരി കോമ്പാക്ട് സൈസും ബാറ്ററി ലൈഫ് നോക്കാന്ന് വെച്ചാൽ വൈഫൈയിൽ നിങ്ങൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടും. പക്ഷേ വൈഫൈ ആൻഡ് 5G യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 5 to 5.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടും. വെറും 5G യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് 4 to 4.5 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ബാറ്ററി ലൈഫ് ചെറുതായിട്ട് കുറവാണ്. പക്ഷേ വൈഫൈ നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾ വൈഫൈ ഒക്കെ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല ഡീസൻ്റായ ബാറ്ററി ലൈഫാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ക്യാമറ നോക്കുകയാണെന്ന് വെച്ചാലും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറാസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ആൻഡ് 12 മെഗാ പിക്സലിൻ്റെ ഓഫ് അൾട്രാ വൈഡ് ക്യാമറ. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെന്ന് വെച്ചാൽ 12 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ക്യാമറ ക്വാളിറ്റി ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ക്വാളിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ S25 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാലും ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ആയില്ലേ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് S25, അതായിട്ട് കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാലും ഒട്ടും കുറവല്ല ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി. അപ്പം അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 40,000 നിങ്ങൾക്ക് നല്ലൊരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി S23 കൺസിഡർ ചെയ്യാം. 23ൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാൻ പറഞ്ഞു. നമുക്ക് ഇവിടെ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 2 പ്രോസസ്സറാണ് കിട്ടുന്നത്, വിച്ച് ഈസ് എ വെരി കേപ്പബിൾ ആൻഡ് പവർഫുൾ പ്രോസസ്സർ. പിന്നെ ഈ പ്രോസസ്സർ അത്ര പവർ ഹംഗ്രി ആയ പ്രോസസ്സറല്ല, ബാറ്ററി ഡ്രെയിനിങ് ഒന്നും ഉണ്ടാവില്ല അത്ര അധികം. പിന്നെ ഇതിൻ്റെ ഡേ ടു ഡേ യൂസേജിൽ നമുക്ക് നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഒരു ലാഗും ചിറ്ററൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല ഇപ്പം മേടിക്കാം. പക്ഷേ ബിഗ് ബില്യൺ ഡേയ്സിന് ആ ഫോണിൻ്റെ പ്രൈസ് 29,000 to 30,000 ഉള്ളാവും. അപ്പോൾ ആ പ്രൈസിന് ഈ ഫോൺ മേടിക്കുന്നത് വർത്തായിരിക്കും. ഐ എം ടോക്കിംഗ് അബൌട്ട് സാംസങ് ഗാലക്സി S24 FE. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കാന്ന് വെച്ചാൽ 45,000 ആണ്. 45,000 വರ್ತല്ല ഈ ഫോണ്. 30,000 കിട്ടുകയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡീസൻ്റായ ഫോണാണ്. നിങ്ങൾക്ക് കണ്ണടിച്ച് മേടിക്കുക ഈ ഫോണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നല്ല ക്യാമറയാണ് കിട്ടുന്നത്, ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് ഫീച്ചേഴ്സാണ് കിട്ടുന്നത്. പിന്നെ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ പറയുകയാണെന്ന് വെച്ചാൽ ഇതിൽ അത്ര S23 FEയുടെ അത്ര ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം പവർഫുള്ളായ പെർഫോമൻസൊക്കെ കിട്ടും ഇതിൽ. പക്ഷേ എക്സിനോസ് ആയതുകൊണ്ട് എനിക്ക് 45,000 ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ ചെറുതായിട്ടൊരു മടിയുണ്ട്. ഇപ്പോൾ അടുത്ത ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത് സാംസങ് ഗാലക്സി S24 ആൻഡ് S24 Plus. ബിക്കോസ് S24ൻ്റെ പ്രൈസ് നോക്കാന്ന് വെച്ചാൽ 56,000 ആണ്. 56,000 ഒരിക്കലും വರ್ತല്ല ഫോണ്. ബിക്കോസ് നമുക്ക് എക്സിനോസിൻ്റെ പ്രൊസസ്സറാണ് കിട്ടുന്നത്. പിന്നെ ബിഗ് ബില്യൺ ഡേയ്സിലൊക്കെ നമുക്ക് 38,000-37,000 കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതല്ലാതെ 56,000 കൊടുത്തിട്ട് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതേ സമയത്ത് നമുക്ക് സാംസങ് ഗാലക്സി S23 കിട്ടുന്നുണ്ട്. 24ൻ്റെ ആയിട്ടും കുറച്ചും കൂടി ഓപ്റ്റിമൈസ്ഡ് ആയ പ്രൊസസ്സറാണ് S23യിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബിഗ് ബില്യൺ ഡേയ്സിൽ 38,000-37,000 കിട്ടുകയെന്ന് വെച്ചാൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി സാംസങ് ഗാലക്സി S24. രണ്ട് ഫോണും കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി S23 Ultra. അതൊരു 73,000 കിട്ടുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതേ സമയത്ത് സാംസങ് ഗാലക്സി S24 Ultra നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇതൊക്കെയായിരുന്നു എൻ്റെ റെക്കമെൻഡേഷൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണമെങ്കിൽ ഇതിലത്തെ ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഏതൊക്കെ ഫോണിന് എന്തൊക്കെ ഡ്രോബാക്ക് ഉണ്ട് അതും കൂടിയും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഹെൽപ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.